ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. രാജസ്ഥാൻ യുണൈറ്റഡ് ഒരു ചെറിയ മീനല്ല. അത് നമുക്ക് അവർക്കെതിരെ കളിച്ചപ്പോൾ തന്നെ മനസ്സിലായതാണ്. കാരണം മികച്ച പ്രകടനമാണ്. പ്രത്യേകിച്ച് 10 പേരായിട്ടും നല്ല ഒരു പോരാട്ട വീരമായിരുന്നു നമുക്കെതിരെ രാജസ്ഥാൻ യുണൈറ്റഡ് പുറത്തെടുത്തത്. പക്ഷേ അവസാനത്തിൽ കോൾഡോ ഒബിയാറ്റയുടെ ഗോൾ പിറന്നു. അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചു. എന്നാൽ രാജസ്ഥാന്റെ ചൂട് ഇന്നലെ ശരിക്കും അറിഞ്ഞത് മുംബൈ സിറ്റിയാണ്. അവരെ അട്ടിമറിച്ചിട്ടുണ്ട്. അതായത് ബ്ലാൻഡൻ ജൂനിയർ നേടിയ ഗോളാണ് രാജസ്ഥാൻ യുണൈറ്റഡിന് വിജയം സമ്മാനിച്ചിട്ടുള്ളത്. മുംബൈ സിറ്റിയെ നല്ല രൂപത്തിൽ പിടിച്ചു നിർത്താൻ രാജസ്ഥാൻ യുണൈറ്റഡിന് കഴിഞ്ഞിട്ടുണ്ട്. ഈ വിജയം അവരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാര്യമായിരുന്നു. ആ ഒരു വിജയിച്ചതിന് ശേഷം വലിയ ആഘോഷങ്ങളൊക്കെ അവർ നടത്തിയിരുന്നു. ഇതേക്കുറിച്ച് മുംബൈ സിറ്റിയുടെ പരിശീലകനായ പീറ്റർ ക്രാറ്റ്കി ഇപ്പോൾ സംസാരിച്ചിട്ടുണ്ട്. അതായത് തങ്ങളെ തോൽപ്പിച്ചത് വേൾഡ് കപ്പ് കിരീടം നേടിയതുപോലെയാണ് രാജസ്ഥാൻ യുണൈറ്റഡ് ആഘോഷിച്ചത് എന്നാണ് പീറ്റർ ക്രാറ്റ്കി പറഞ്ഞിട്ടുള്ളത്. അത്രത്തോളം അവർക്ക് പ്രധാനപ്പെട്ടതാണ്. ആ ഒരു ഇന്റൻസിറ്റിയോട് കൂടിയാണ് അവർ കളിച്ചത് എന്നാണ് ഇപ്പോൾ മുംബൈ സിറ്റി പരിശീലകൻ വ്യക്തമാക്കിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: രാജസ്ഥാൻ നന്നായി ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. വളരെ അച്ചടക്കത്തോടു കൂടിയാണ് അവർ കളിച്ചത്. എന്തെങ്കിലും ചെയ്യണം എന്ന ഒരു എനർജി അവരിൽ നിന്നും നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നു. ഞങ്ങൾക്കെതിരെയുള്ള വിജയം വേൾഡ് കപ്പ് നേടിയ പോലെയാണ് അവർ ആഘോഷിച്ചിട്ടുള്ളത്. കാരണം ഞങ്ങളെ പരാജയപ്പെടുത്തുക എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സ്പെഷ്യൽ ആയിട്ടുള്ള ഒന്നായിരുന്നു. ഞങ്ങളുടെ ഇന്റൻസിറ്റിയുടെ കാര്യത്തിൽ ഞങ്ങൾ ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. എല്ലാ ഏരിയകളിലും ഞങ്ങൾ മെച്ചപ്പെടേണ്ടതുണ്ട്. ഇതാണ് മുംബൈ സിറ്റിയുടെ പരിശീലകനായ പീറ്റർ ക്രാറ്റ്കി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. പരാജയപ്പെട്ടതോടുകൂടി മുംബൈ സിറ്റിയുടെ സെമി ഫൈനൽ സാധ്യതകൾ ഇപ്പോൾ അവതാളത്തിലായിട്ടുണ്ട്. അടുത്ത മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ വലിയൊരു വിജയം നേടേണ്ടതുണ്ട്. എന്നാൽ മാത്രമാണ് മുംബൈ സിറ്റിക്ക് സെമിയിലേക്ക് യോഗ്യത കരസ്ഥമാക്കാൻ സാധിക്കുകയുള്ളൂ. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കൊണ്ട് കാണാം.